സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ രാത്രിയിൽ റൂമിലിരുന്ന് നാളത്തെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രസൻറ്റേഷനും എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വരുണാണെങ്കിൽ നല്ല ഓർക്കഷീനൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്തായിരിക്കും രാധിക കട്ടൻ കാപ്പിയുമായിട്ട് റൂമിലെത്തുന്നത്. അങ്ങനെ രാധിക വരുണിന്ന് വിളിക്കുവാണ്. അന്നേരം വരുൺ നോക്കിയിട്ട് ചോദിക്കണേ, താനോ താനിതുവരെ ഉറങ്ങിയില്ലേ? അന്നേരം രാധിക പറയണേ, ഇല്ല, അടുക്കളയിൽ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒതുക്കിയിട്ട് ഇതുവഴി വരുമ്പോഴാണ് ഈ റൂമിൽ ലൈറ്റ് കണ്ടത്. വരുൺ ഉറങ്ങിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് കട്ടൻ കാപ്പിയായിട്ട് വന്നതാ, ഇതാ കാപ്പി കുടിച്ചു. അന്നേരം വരുൺ പറയണേ, രാത്രിയിൽ ഉറക്കമഴിച്ച് ജോലി ചെയ്യുന്ന ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായമായിട്ട് വരുന്നത് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. അന്നേരം രാധിക പറയണേ, മതി മതി, ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് കാട് കയറാൻ നിൽക്കണ്ട, ഞാൻ പോകുക. അന്നേരം വരുൺ പറയണേ, അവിടെ നിൽക്കടോ, അച്ഛനെ എന്നെ വലിയൊരു ജോലി ഏൽപ്പിച്ചിരിക്കുവാണ്. കമ്പനിയിൽ നാളെ ഒരു പ്രധാനപ്പെട്ട പ്രസൻറ്റേഷൻ ഉണ്ട്. ആ പ്രസൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാകാൻ പോകുന്നത്. വലിയ വലിയ കുറേ കമ്പനീൻ്റെ ആൾക്കാരുകൾക്ക് നാളെ വരും. അവർക്ക് മുമ്പിലാണ് ഞാൻ പ്രസൻറ്റേഷൻ നടത്തേണ്ടത്. പാളിച്ചകളൊന്നും പറ്റാൻ പാടില്ല. പറ്റിയ അതിൻ്റെ നാണക്കേട് എൻ്റെ അച്ഛന് തന്നെയാണ്. അന്നേരം രാധിക പറയണേ, വരുണൊരിടത്തും തോൽക്കില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് വരുണിന് വേണ്ടി. അന്നേരം വരുണ് സന്തോഷമാകുവാൻ കേട്ടോ. വരുൺ പറയണേ, അത് ശരി, തൻ്റെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി. എന്താണെങ്കിലും ഈ പ്രോജക്റ്റ് നമ്മുടെ കമ്പനിക്ക് തന്നെ കിട്ടും. ഈ സമയം വരുൺ രാധികയുടെ കയ്യിലിങ്ങനെ പിടിക്കുന്നുണ്ട്. അന്നേരം രാധിക പറയണേ, അതെ മതി മതി, മര്യാദക്ക് ജോലി ശ്രദ്ധിക്കാൻ നോക്കും, ഞാൻ പോകുക. അങ്ങനെ പറഞ്ഞ് രാധിക പോകാൻ വേണ്ടി വാതിലിന് അങ്ങോട്ടേക്ക് പോകുമ്പോഴായിരിക്കും കേട്ടോ കൽപ്പന അങ്ങോട്ടേക്ക് വരുന്നത്. അത് ശരി, അപ്പോൾ നീ ആയിരുന്നല്ലോ ഇവിടെ ഉണ്ടായത്. ഞാൻ പതിവില്ലാതെ ഇവിടെ വിട്ടം കണ്ട് ആരാണെന്നൊന്ന് നോക്കാൻ വിചാരിച്ച് വന്നതാ. എന്താണെങ്കിലും വന്നത് നന്നായിന്ന് ഇപ്പം മനസ്സിലായി. അല്ല, നിനക്കെന്താ ഇവിടെ കാര്യം? ഈ സമയം രാധിക പറയണേ, അത് വരുണിവിടെ ഉറങ്ങാതിരുന്ന് ജോലി ചെയ്യുന്ന കാരണം ഞാനൊരു ഗ്ലാസ് ചായ കൊടുക്കാൻ വന്നതാ. അന്നേരം കൽപ്പന പറയണേ, കയ്യിൽ അങ്ങനെ ചായയും മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കാമല്ലോ. നിനക്കല്ലെങ്കിലും വരുണിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക താല്പര്യമാണല്ലോ ഉള്ളത്. അല്ല, സാധാരണ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ അനിയത്തിയുടെ ഭർത്താവിനെ ചേച്ചിയാണോ സൽക്കരിക്കുന്നത്? അതൊക്കെ കേട്ടിട്ട് രാധികയൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അന്നേരം വരുൺ ചോദിക്കണേ, അല്ല ഏട്ടത്തിക്ക് ഇപ്പം എന്താ വേണ്ടത്? ഒരു റൂമിൽ വെളിച്ചം കണ്ടു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല. ഏട്ടത്തിക്കിപ്പോൾ എന്താ അറിയേണ്ടത്? അന്നേരം കൽപ്പന പറയണേ, എനിക്കൊന്നും അറിയാനില്ലേ. അല്ലെങ്കിലും ഇവൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അവളെ സപ്പോർട്ട് ചെയ്താലേ സംസാരിക്കുള്ളൂ. അതുപോലെ നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇവൾ നിന്നെ സപ്പോർട്ട് ചെയ്യും. അല്ലെങ്കിലും എല്ലാവർക്കും ഇതുപോലെ പരസ്പരം സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. അന്നേരം പറഞ്ഞേ, അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ കിട്ടില്ല, നല്ല മനസ്സുള്ളവർക്കേ കിട്ടൂ. ഏട്ടത്തിക്കിപ്പോൾ അങ്ങനെ ആൾക്കാരെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിക്കാൻ പറ്റും. ഈ സമയം കൽപ്പന പറയണേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണല്ലോ കുറ്റം, ഞാനെന്താണെങ്കിലും ഒന്നും പറയുന്നില്ല. നിങ്ങളിങ്ങനെ ഓരോന്ന് കാണിച്ച് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാതിരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞ കൽപ്പന അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുവാണ്. ഈ സമയം രാധിക വരുണിനോട് പറയണേ, കണ്ടില്ലേ, ഇതുപോലെ വേറെ ആരെങ്കിലും കണ്ടോണ്ടു വന്നാൽ ഇതുപോലെ എന്തൊക്കെ ഞാൻ കേൾക്കണം. അതാ പറഞ്ഞത് ഞാൻ പോകുവാണെന്ന്. അന്നേരം വരുൺ പറയണേ, എടോ ഏട്ടത്തി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ വാശിക്ക് താൻ ഈ രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഇവിടെ കൂട്ടിരിക്കുക വേണ്ടത്. അന്നേരം രാധിക പറയണേ, ഞാൻ ആരോടും വാശി തീർക്കാനില്ലേ, മര്യാദക്കിരുന്ന് ജോലി ശ്രദ്ധിക്കാൻ നോക്ക്. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്. പിന്നീട് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വരുണിനായിട്ടോ കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ കമ്പനിയാണ്. അന്നേരം അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഫോണിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരുൺ സാറിനെ രാവിലെ കാണാൻ പറ്റില്ല. രാവിലെ സാറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം സാറ് ഫ്രീ ആകൂ, അപ്പോഴത്തേക്കൊരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുവാണ്. ഈ സമയം അവിടെ വരുണിൻ്റെ ക്യാബിലാണെങ്കിൽ മീറ്റിങ്ങിനായിട്ട് വന്നിരിക്കുന്ന ബാക്കി കമ്പനിയുടെ MD-കളും മറ്റാൾക്കാരും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മീറ്റിംഗ് റൂമിൽ. ഈ സമയം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഒരാൾ ചോദിക്കുക, പരമേശ്വരൻ സാറിൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ ഈ ഡീലിന് ഇറങ്ങി പുറപ്പെട്ടത് തന്നെ, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അന്നേരം മറ്റൊരാൾ പറയുക, ഞാനും പരമേശ്വരജി പറഞ്ഞപ്പോൾ ആ കാര്യം അറിയുന്നത്. സാറിന് പകരം സാറിൻ്റെ മകനാണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ആ മകൻ വിദേശത്തെവിടെ ആയിരുന്നല്ലോ ഇത്ര നാൾ. അല്ല, അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പഠിച്ചതാണോ? അന്നേരം വേറൊരാൾ പറയേ, ഇല്ല, ഞാൻ ഇവരെന്ന് പറയുന്ന ആളെക്കുറിച്ച് അന്വേഷിച്ചു, അയാളൊരു ബ്രില്യൻറ്റ് ഫോട്ടോഗ്രാഫറാണ്. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്നറിയില്ല. എന്താണെങ്കിലും പരമേശ്വരൻ സാർ പറഞ്ഞതല്ലേ, നമുക്ക് അയാളുടെ പ്രസൻറ്റേഷൻ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മുമ്പോട്ട് പോയാൽ മതി. ഈ സമയം മറ്റൊരാൾ പറയുക, പരമേശ്വരൻ സാർ നല്ല ഷാർപ്പായിരുന്നു. മീറ്റിംഗ് 10 മണിക്കാണെങ്കിൽ 9:55 ഇവിടെ നമ്മുടെ മുമ്പിൽ ഹാജരാകും. പക്ഷേ ഇതിപ്പോൾ 9:59 ആയല്ലോ. അങ്ങനെ പറഞ്ഞവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തന്നെ വരുൺ കാറിൽ അവിടെ എത്തുകയും ആ റിസപ്ഷനിസ്റ്റിൻ്റെ അരികിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായി, മീറ്റിങ്ങിന് എല്ലാ കാര്യങ്ങളും റെഡിയല്ലേ? എല്ലാം റെഡിയാണ് സാർ. ശരി, പിന്നെ മീറ്റിംഗ് നടന്നു കഴിയുന്നതുവരെ ആരെ അകത്തേക്ക് കയറ്റി വിടണ്ട, ആരാണെങ്കിലും. അങ്ങനെ പറഞ്ഞ വരുൺ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ റൂമിലെത്തുന്ന വരുൺ അവരുടെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ.
അന്നേരം അവർ പറയണേ, ആഹാ വരുൺ ഷാർപ്പ് ടൈമിലാണല്ലോ, കൃത്യം 10 മണിക്ക് തന്നെ എത്തിയല്ലോ. അന്നേരം വരുൺ പറയണേ, അച്ഛനെന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, അതിൽ പ്രധാനപ്പെട്ട സമയത്തിൻ്റെ കാര്യം. നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളുടെ എല്ലാവരുടെയും സമയത്തിന് നല്ല വിലയല്ലേ ഉള്ളത്, അതുകൊണ്ട് കൃത്യസമയത്തിന് എത്തണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഈ സമയം ഒരാൾ പറയണേ, അല്ല വരുൺ, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റായിട്ടൊന്നും എടുക്കരുത്. പാരമ്പര്യം അനുസരിച്ച് വരുൺ കമ്പനിയിലേക്ക് ഇറങ്ങി തിരിച്ചതാണോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? അന്നേരം വരുൺ പറയണേ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിന് പകരം മറ്റു പല കാര്യങ്ങളായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റായി മാറുകയല്ലേ ചെയ്യുന്നത്. ഓക്കെ വരുൺ, ഞാൻ ചുമ്മാ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാം. അന്നേരം വരുൺ പറയണേ, പ്രസൻറ്റേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൻ്റെ ചെറിയൊരു ഐഡിയ അത് നിങ്ങളോട്ട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോകുകയാണ്. നമ്മളിപ്പോൾ ഈ പ്രോജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എന്തെങ്കിലും കാരണങ്ങളാൽ നിന്ന് പോയിട്ടുള്ള ആ കമ്പനി അതിൻ്റെ പ്രൊഡക്ട്സ് കണ്ടെത്തിയിട്ട് അതിനെ വീണ്ടും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഒരു ടെക്നിക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഒരാൾ ചോദിക്കുക, അതായത് പൂട്ടിപ്പോയ കമ്പനികൾ പൊടി തട്ടിയെടുക്കുക, അതാണോ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ കമ്പനിക്ക് മുമ്പുണ്ടായിരുന്ന മാർക്കറ്റിംഗ് ആണ്. ആ കമ്പനിയുടെ പ്രൊഡക്ട്സിന് മുമ്പുണ്ടായിരുന്ന മാർക്കറ്റിംഗ് അത് വീണ്ടും മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബൂം, അത് വെച്ച് നമ്മുടെ ഗ്രാഫ് കയറ്റാൻ പറ്റും. അന്നേരം അത് കേൾക്കുമ്പോൾ അവർക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്. ഈ സമയം പറയണേ, എന്താണെങ്കിലും നമുക്കിനി പ്രസൻറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് വരുൺ പ്രസൻറ്റേഷനായിട്ട് ഹാർഡ് ഡിസ്ക് ഒക്കെ എടുക്കുകയാണ്. അതൊക്കെ കണക്ട് ചെയ്ത് സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ അതിൽ ടോം ആൻഡ് ജെറി ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നുക. വരുൺ, എന്താ ഇത്? വരുണിനെ കമ്പനി കാര്യങ്ങൾ ഏൽപ്പിച്ചത് കുട്ടികളെയാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു. അതിന് ഞങ്ങളെ കളിയാക്കാനാണോ ഈ വക കോപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്? കുറച്ച് മുമ്പ് വരുൺ തന്നെയല്ലേ സമയത്തിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സമയത്തിന് പകരം വരുൺ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? സാർ, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്നേരം അവരൊക്കെയാണെങ്കിൽ വരുണിനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അച്ഛൻ ആനപ്പുറത്തിരുന്നു എന്ന് പറഞ്ഞ് മകനും ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ച് വരുണിനെ കളിയാക്കുവാണ് കേട്ടോ. അങ്ങനെ വരുണാണെങ്കിൽ എന്താ പറ്റിയെന്നറിയാതെ തലക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുവാണ്. ഈ സമയം രാധിക കമ്പനിയിലെത്തുന്നുണ്ട്. അങ്ങനെ റിസപ്ഷനിസ്റ്റിനോട് വരുണിനെ കാണുമെന്ന് പറയുക. അന്നേരം ആ കുട്ടി പറയണേ, ആരാണെങ്കിലും സാറിനെ ഇപ്പോൾ കാണാൻ പറ്റില്ല, സാറ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അന്നേരം രാധിക പറയണേ, ഞാൻ വരുണിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയുള്ള ആളാണ്, വരുണിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അന്നേരം ആ കുട്ടി പറയണേ, കുറച്ച് മുമ്പ് വരുൺ സാറിൻ്റെ ഫ്രണ്ടാണെന്നും അളിയനാണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വന്നു. ആരാണെങ്കിലും ശരി, ഇപ്പോൾ കാണാൻ പറ്റില്ല, കുട്ടി ഗസ്റ്റ് റൂമിൽ വെയിറ്റ് ചെയ്യും. അങ്ങനെ രാധിക ഒരു ടെൻഷനോട് കൂടി നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ബിജു അങ്ങോട്ടേക്ക് വരുന്നത്. രാധിക, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വരുണിനെ കണ്ടില്ലേ? ഇല്ല, ഈ കുട്ടി കയറ്റി വിടുന്നില്ല, അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുവാണെന്ന് പറയുന്നു. അന്നേരം ബിജു രേഖയോട് പറയണേ, അതേ കുട്ടി, ഇതേ വരുണിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. പരമേശ്വർ സാർ പറഞ്ഞിട്ടാണ് രാധിക ഇങ്ങോട്ട് വന്നത്. അയ്യോ, ആയിരുന്നോ? സോറി, അതെനിക്കറിയില്ലായിരുന്നു. ഈ സമയം ബിജു രാധികയും കുട്ടി അകത്തേക്ക് പോകുവാണ്. അങ്ങനെ മീറ്റിങ്ങിൻ്റെ റൂമിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം വരുണാണെങ്കിൽ തലക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുമായിരിക്കും. അന്നേരം രാധിക വരുണിനെ വിളിക്കുന്നുണ്ട്. വരുൺ, ഒന്നിങ്ങ് വരുമോ? അങ്ങനെ രാധികയെ കാണുന്നത് വരുൺ വേഗം തന്നെ രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്. വരുൺ, ഇത് തരാനാണ് ഞാൻ വന്നത്. അങ്ങനെ അത് കാണുന്നതും വരുൺ ഇത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. വരുൺ രാധികയോട് താങ്ക്സ് ഒക്കെ പറയുവാണ്. ഈ സമയം അത് കൊടുത്തതിന് ശേഷം രാധികയും ബിജുവും അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ വരുൺ അവരുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുവാണ്. അവരെല്ലാവരും പരമേശ്വരനെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുമായിരിക്കും. ആ സമയം വരുൺ പറയണേ, ക്യാൻ യു ഗിവ് മീ 2 minutes? അങ്ങനെ പറഞ്ഞ് പുതിയ ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് വീണ്ടും പ്രസൻറ്റ് ചെയ്യുവാണ്. അങ്ങനെ വരുണിൻ്റെ ആ പ്രസൻറ്റേഷനിൽ അവരെല്ലാവരും ഇമ്പ്രസ് ആകുവാണ് കേട്ടോ. വരുൺ, ഫാന്റാസ്റ്റിക്, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുക. ഈ പ്രൊജക്റ്റ് നമ്മൾ എന്താണെങ്കിലും ചെയ്യുന്നു. സത്യം പറയാലോ, വെരി റിയലി ഇമ്പ്രസീവ് ആയിരുന്നു. അല്ല, ആദ്യം എന്താ സംഭവിച്ചത്? ഇനി വരുണിൻ്റെ അച്ഛൻ തന്നെ വരുൺ ഇങ്ങനെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമെന്നറിയാൻ ഒപ്പിച്ച പണിയാണോ? അന്നേരം വരുൺ പറയണേ, അറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ ഞാനിതിൽ ജയിക്കണമെന്ന് ഒരാൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞ് രാധികയെക്കുറിച്ച് ഓർത്ത് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി നിൽക്കുവാണ് വരുൺ. അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്